ഇന്നത്തെ ലൊക്കേഷൻ വരുന്നത് കൊച്ചരിക്കൽ ഗുഹ. കാടിനുള്ളിലെ ഗുഹയും ഉറവിയും കുളവും ചേർന്ന ഒരു മാന്ത്രിക സ്പോട്ട്. കൊച്ചരിക്കൽ ഗുഹ എറണാകുളം ജില്ലയിലാണ്. പാമ്പക്കോട് റൂട്ടിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. നമുക്ക് അവിടേക്ക് പോകുന്ന വഴിയാണ്, എൻട്രൻസ് ആണ്. നമുക്കവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് 4 വീലർ വന്നാലുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കാനുള്ളൂ താഴത്തേക്ക്. നമ്മൾ ആ സ്പോട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നമുക്കവിടെ കുളവും അതിനോട് ചേർന്നുള്ള ഗുഹകളും കാണാം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ മരങ്ങളുടെ വേരുകളിൽ ഒളിച്ചിരിക്കുന്ന പുരാതന ഗുഹകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് കണ്ടറിയാം, അവിടെ അതിനോട് ഗുഹയോട് ചേർന്ന് ചെറിയൊരു ഉറവിയുണ്ട്. അവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യം കാണും. അത്രയും ഉറവി അവിടെ എപ്പോഴും വെള്ളമുണ്ട്. പോരാളികളുടെ ഒരു ഒളിത്താവളമാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അത് ഇതൊരു ക്ഷേത്രമാണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയില്ല. ഈ ഗുഹയിലേക്ക് കണ്ടോ, ഈ ഗുഹയിലേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. 2 ഗുഹ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള ഗുഹയിൽ 3 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കണ്ണീര് പോലുള്ള വെള്ളമാണ്. കാരണം നമുക്കത് കണ്ടറിയാം, ഒരു അഴുക്കില്ല. ഈ ആള് കൂടുതൽ കുറവാണ് ഇവിടെ. ആള് കുറവുള്ളതുകൊണ്ട് ഈ പരിസരമൊക്കെ അത്രയും വൃത്തിയുണ്ട് കേട്ടോ. പൊതുവേ അങ്ങനെ ഒരു വലിയ ടൂറിസ്റ്റ് സംഗീതമല്ല. ടിക്കറ്റ് നിരക്കുണ്ട്. ടിക്കറ്റ് നമുക്ക് ടൈം വരുന്നത് 6 മണി വരെയാണ് ഇവിടെ. എന്നാൽ പോലും നമുക്ക് ഏത് ടൈമിലും വരാം. ഈ ഗുഹയിലേക്കാണ് 3 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇത് മുകളിൽ കാണുന്ന ഗുഹയാണ്. എൻ്റെ തൊട്ട് താഴെ ചെറിയൊരു ഗുഹയും കൂടിയുണ്ട്. ഗുഹയുടെ എല്ലാ സൗന്ദര്യം ആസ്വദിച്ചിട്ട് അതെ ഇതിന് തൊട്ട് ചേർന്ന ഒരു കുളമുണ്ട്. ഈ കുളത്തില് ഇങ്ങനെ നമുക്ക് എത്ര സമയം കുളിക്കാം. അത്രപോലെ വെള്ളമുണ്ട്. ഞാൻ ഒരു വേനൽ സമയത്താണ് പോയത്, എന്നിട്ട് പോലും അവിടെ വെള്ളമുണ്ട്. ഇതുപോലെ വലിയ മരങ്ങളാണ് അതിന് ചുറ്റും. മഴക്കാലത്താണ് ഈ സ്പോട്ടിന്റെ ഏറ്റവും ഭംഗി വരുന്നത്. നമുക്കൊരു മഴക്കാലം അല്ലെങ്കിൽ മഴയുള്ള സമയത്താണ് ഈ സ്പോട്ടിലേക്ക് വരേണ്ടത്. ചുറ്റും മരങ്ങളാണ് ആ കുളത്തിനോട് ചേർന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വേറൊരു ഫാന്റസി ലോകത്തിലേക്ക് എത്തിയ പോലെ തോന്നും. ആക്ച്വൽ ലൊക്കേഷൻ വന്നാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ മാപ്പിൽ കിട്ടും. ലൊക്കേഷൻ്റെ കൃത്യമായിട്ട് നമുക്കത് അറിയാൻ പറ്റും. അതിൻ്റെ സ്പോട്ടിൽ വരെ വരാം. ഏത് വേനൽക്കും ഇവിടെ ഈ കുളം വറ്റില്ല. ഒരു ചെറിയാണ് നമ്മൾ കെട്ടി നിർത്തിയ ചെറിയാണ്. നമുക്ക് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ്. ഒരു വെയിൽ പോലും നമുക്ക് ഇതിലേക്ക് കിടക്കില്ല. കാരണം അത്രയും കാമായിട്ട് നമുക്ക് നിൽക്കാം. ഒരു സൗണ്ടോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമുക്കൊരു ഫാമിലി ആയിട്ട് വന്നോ കപ്പിൾസായിട്ട് വന്ന് ഇഷ്ടംപോലെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ വന്നിരിക്കുമ്പോൾ എനിക്കറിയാം നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കാമോ. ആ സ്പോട്ട് അങ്ങനെ ഒരു സ്പോട്ടാണ്. എന്തോ ഒരു മാന്ത്രികത ഇതിൽ തന്നെയുണ്ട്. നമുക്ക് അവിടെ വന്നിരിക്കുമ്പോൾ ആ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിറവം പാമ്പക്കോട് റൂട്ടിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ചുറ്റും മരങ്ങളാട്ടോ. ഈ കാണുന്ന വലിയ രീതിയിൽ കാണുന്ന മരങ്ങൾ, ഇത്രയും വേരോടുകൂടിയ മരങ്ങൾ. ഒരു പക്ഷേ ആ വേരുകളിൽ തന്നെയാണ് ഗുഹ വന്ന. വേരുകളിൽ വരുന്ന മണ്ണ് മാറി അവിടെ ഗുഹ പോലെ ഒരു കർവ് പോലെ വന്നതാണ്. എൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അവിടെ കുളിക്കാനുള്ള സ്പോട്ടും ഉണ്ട്. ഈ സ്പോട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഒരു പ്രത്യേകത ഭംഗിയുണ്ട് ആ സ്പോട്ടിൽ. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ല. ഒരു പ്രകൃതിയിൽ നമ്മൾ വന്ന് കാണുന്ന ഇത്രയും ഒരു വിഷ്വൽ നമ്മൾ കാണാണ്ടിരിക്കരുത്. ഒരു കാരണവശാലും മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടാണ്. വേറെ ഏത് സ്പോട്ടിൽ പോയാലും നമുക്ക് ഇങ്ങനെ ഒരു ക്രൗഡായിട്ടുള്ള ആൾക്കാർ ഒരു സിറ്റുവേഷനെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാമായിട്ട് ഒരു സ്പോട്ട് പോകണോ, ഫാമിലി ആയിട്ട് പോകണോ, ഇതിൽ നല്ല ബെസ്റ്റ് ഒരു ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ വേറെ ഇല്ല.
കുളിക്കാം. ആ ഗുഹയോട് ചേർന്ന് നമുക്ക് അത്രയും സൗന്ദര്യം ആസ്വദിച്ച് അവിടെ തന്നെ നിൽക്കാം. മണിക്കൂർ പോലും നിൽക്കാം. കാരണം നമുക്ക് ഇത്രയും ടൈം വേറെയൊന്നുമില്ല. അടുത്ത നല്ല എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. വീഡിയോ ലൈക്കായി സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഓൾ.